2018 പ്രളയത്തിൽ വീടുകൾ നഷ്ടമായ അടിമാലി വെള്ളത്തോൽ പഞ്ചായത്തിലെ ദുരിതബാധിതർക്ക് റോട്ടറി ഇന്റർനാഷണൽ നിർമ്മിച്ച് നൽകുന്ന വീടുകളുടെ താക്കോൽദാനം നടന്നു. അടിമാലി ഗ്രാമപഞ്ചായത്തിൽ 13 കുടുംബങ്ങൾക്കും വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്തിലെ 10 കുടുംബങ്ങൾക്കുമാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. 2018 പ്രളയത്തിൽ വീടുകൾ നഷ്ടമായ അടിമാലി വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്തിലെ ആളുകൾക്കായി റോട്ടറി ക്ലബ്ബ് ഇന്റർനാഷണലും മറ്റ് സാംസ്കാരിക സംഘടനകളും ചേർന്ന് നടപ്പാക്കുന്ന ഭവന പദ്ധതികൾ ഉപഭോക്താക്കൾക്കായി കൈമാറി. അടിമാലി ഗ്രാമപഞ്ചായത്തിലെ മുടിപ്പാറച്ചാലിൽ നിർമ്മിച്ച 13 വീടുകളുടെ താക്കോൽദാനം റോട്ടറി ഇന്റർനാഷണൽ കൊച്ചി മിഡ് ടൗൺ ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് ചാക്കോ താക്കോൽദാനം നടത്തി നിർവഹിച്ചു. അടിമാലി ഗ്രാമപഞ്ചായത്ത് വിട്ടുനൽകിയ സ്ഥലത്താണ് 500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 2 ബെഡ്റൂമും അടുക്കളയും ശുചിമുറിയും ഉൾപ്പെടുന്ന വീടുകൾ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത്. വെള്ളത്തോൽ ഗ്രാമപഞ്ചായത്തിൽ ഓടക്കാസിറ്റിയിൽ നിർമ്മിച്ച 10 വീടുകളും ഗുണഭോക്താക്കൾക്കായി തുറന്നു നൽകി. 2018 പ്രളയം ഉണ്ടായപ്പോൾ കേരളത്തിൽ നമുക്കറിയാം ഏകദേശം ഒരു 15,000 വീടുകൾ പൂർണ്ണമായിട്ടും 1 ലക്ഷത്തിലധികം വീടുകൾ ഭാഗികമായിട്ടും നാശനഷ്ടം വരുന്നൊരു സാഹചര്യമുണ്ടായി. ഈ ഒരു സാഹചര്യം മനസ്സിലാക്കി റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3201-ൽ ഏകദേശം 1000 വീടുകളുടെ ഒരു ഭവന പദ്ധതി ഏറ്റെടുത്ത് നടത്തുകയുണ്ടായി. ആ ഭവന പദ്ധതിയുടെ ഒരു പാർട്ടെന്ന നിലയിൽ റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ മിഡ് ടൗൺ ഈ ഹൈ റേഞ്ചിൽ 30ഓളം വീടുകൾ പണി പൂർത്തിയാക്കുകയുണ്ടായി. ഇന്ന് തന്നെ അടിമാലിയിൽ 13 വീടും വെള്ളത്തോലിൽ 10 വീടും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹൈ റേഞ്ചിലെ മുരിക്കാശ്ശേരിയിൽ 7 വീടും ഉൾപ്പെടെ 30 വീടുകളുടെ ഒരു ഭവന പദ്ധതി ഏറ്റെടുത്ത് ഇന്ന് പൂർത്തീകരിച്ച് ഇന്ന് ഈ 30 ബെനിഫിഷ്യറീസിന് കൈമാറ്റം ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇവിടെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടന്നത്. പരിപാടിയിൽ റോട്ടറി ഫൗണ്ടേഷൻ ഭാരവാഹികളായ ജയശങ്കർ, ശിവപ്രസാദ്, ബിജു എബ്രഹാം, സാജൻ പുളിമൂട്, ഈസ്റ്റേൺ ഗ്രൂപ്പ് സിഇഒ കൃഷ്ണകുമാർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി KN സഹജൻ, ഫാദർ എൽദോസ് കൂറ്റപ്പാല തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ നെറ്റ് ന്യൂസ്, അടിമാലി.